അതേ യേശു. വീണ് പോകത്തില്ല, തകർന്നു പോകത്തില്ല. ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്നവൻ 2000 വർഷം മുമ്പ് ഉയർത്തിയ അതേ യേശു. 2023 is Psalms 23. Whatever was destroying, whatever was tormenting, He will lead you to stillness. എന്തെല്ലാം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരുന്നോ അവിടെ നിന്ന് വഴി നടക്കും. He is going to lead you. അവൻ നിന്നെ നടത്തും. Welcome Jesus to lead me. Welcome to another Praise Saturday. We are all pumped, അല്ലേ? നമ്മളൊക്കെ ഇന്ന് very excited to see what God has in store. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. He is ready. And അന്ന് സൗഖ്യമാക്കുന്നതിന് മുന്നേ കർത്താവ് ചോദിച്ചത്, Are you ready to be healed? And if you are ready, He is already ready. Like അന്ന് 2000 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഓരോരുത്തർക്കും വേണ്ടിയും മരിച്ചപ്പോഴേ അല്ലേ, ഹി വാസ് ബോൺ റെഡി. നമ്മളിനി ഒന്ന് ഐ ആക്സെപ്റ്റ് എന്നൊന്ന് പറഞ്ഞെടുക്കാമെങ്കിൽ ടുഡേ വിൽ ബി ദ ഡേ ദാറ്റ് യുവർ ലൈഫ് ഈസ് ഗോണ ചേഞ്ച്. ഇന്നായിരിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന ദിവസം. ഇന്ന് ആ കർത്താവിനെ മനസ്സിനോട് ചേർത്ത്, ആ ഹൃദയത്തോട് ചേർത്ത്, അപ്പാ ഇന്നത്തെ ദിവസത്തിനായി നന്ദി. ഇന്നൊരു പുതിയ ദിവസം ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിക്കും, ഞാൻ തുള്ളിച്ചാടും. എൻ്റെ കൂടെ ഇരിക്കണേ. ഇന്നത്തെ മീറ്റിംഗ് ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിങ് ഫോർ മീ എന്നൊന്ന് പ്രാർത്ഥിച്ചേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേയായി ഗിവ് താങ്ക്സ്. ഇന്ന് വരെ ചെയ്ത ഓരോ നന്മകൾക്ക്, ഇന്ന് വരെ നടത്തിയ ഓരോ വിധങ്ങൾക്ക്, എനിക്ക് വേണ്ടി ഒരുക്കിയ ഓരോ വ്യക്തികൾ. ഞാൻ പറയട്ടെ, സകലത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറഞ്ഞാൽ it is his presence. അവൻ്റെ സാന്നിധ്യം. ഞാൻ അവൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ എന്നെ സൃഷ്ടിച്ച, സർവ്വലോകത്തെയും സൃഷ്ടിച്ച, നമ്മളിന്ന് നമ്മുടെ കണ്ണാലെ കാണുന്ന ഓരോ കാര്യത്തെയും സൃഷ്ടിച്ച, ഒരു വാക്കിനാൽ എല്ലാത്തെയും സൃഷ്ടിച്ച, എന്നാൽ എല്ലാ നാമവും മുഴങ്കാൽ മടക്കുന്ന, എല്ലാ the whole nature sings praise to the God, ഈ almighty God. എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതിനാണ് സാന്നിധ്യം എന്ന് പറയുന്നത്. യെസ്, വി നോ അബൌട്ട് ഗിഫ്റ്റ്സ്, പക്ഷെ ഇറ്റ്സ് ഓൾ ദ ബൈ പ്രോഡക്റ്റ് അല്ലേ. സിറ്റിംഗ് ഇൻ ഹിസ് പ്രസൻസ്, ജസ്റ്റ് മെൽറ്റിംഗ് ഡൗൺ ഇൻ ഹിസ് പ്രസൻസ്. ആ സാന്നിധ്യത്തിൽ അലിഞ്ഞു പോകുന്നത് പോലെ അവൻ എൻ്റെ അടുത്ത് നിൽപ്പുണ്ടെന്നുള്ള അറിവിൽ ഒന്നിരുന്നേ. ഹി ഈസ് ഗോണ ചേഞ്ച് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവാൻ ഇന്നത്തെ ദിവസം will be so amazing that നിങ്ങൾ കണ്ടിട്ടില്ലാത്തത്, ചിന്തിക്കാത്തത്, ഒരു മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുക പോലും ചെയ്യാത്ത വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും. ഇന്ന് ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ വർഷങ്ങളായി രോഗികളായി കടന്നവർ ചാടി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരിക്കും. ഞങ്ങളുടെ ഉറപ്പല്ല, പക്ഷേ ആ നാമത്തിലുള്ളവർ. ആമേൻ. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ ഉറപ്പ്. ആമേൻ. Miracles are guaranteed. When Jesus is revealed, when the presence of God is revealed, there will be unusual signs, there will be unusual miracles. So ഇന്നത്തെ ദിവസം, and not only that, കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ it is actually heaven being revealed. What makes heaven heaven? സ്വർഗത്തെ സ്വർഗമാക്കുന്നത് അവിടെയുള്ള ഡിസൈനോ കാര്യമൊന്നുമല്ല. It is God himself. കർത്താവിന്റെ presence ആ heaven ആക്കുന്നത്. So today in this Praise Saturday, not only ഇവിടെ മാത്രമല്ല, everyone, we are all one family joined together in the എവിടുന്ന് join ചെയ്യുമ്പോഴും we know that today it is the Lord's presence which makes this place the studio heaven, which makes your home heaven. ഇന്ന് ചില ഹൃദയങ്ങളെ സ്വർഗമാക്കാൻ പോവാ, ചില ഭവനങ്ങളെ സ്വർഗമാക്കാൻ പോവാ. And we want to see Jesus manifest in full glory. No, we are not holding back anything. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും, ഐ എം ഷുവർ ഇന്ന് ജോയിൻ ചെയ്യുന്നവരും എല്ലാവരും, get ready that we don't hold back anything but surrender completely. Jesus, this is your time. This is your time, Jesus. Amen. Thank you, Jesus. Above all powers, above all kings, above all nature and all created things, above all
took the fall and thought of me above all. Oh, crucified, laid behind the stone, you lived to die, rejected and alone, like a rose, you trembled on the ground. You took the fall and thought of me above all. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയമോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയമോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവേ, അത്ഭുതങ്ങൾ ചെയ്യുന്നവേ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവേ, അത്ഭുതങ്ങൾ ചെയ്യുന്നവേ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. For you are great, you do miracles so great, there is no one else like you. There is no one else like you. For you are great, you do miracles so great, there is no one else like you. There is no one else like you. സ്തുതിച്ചു പാടിടാം മഹി ആരാധിക്കാം. യേശു വലിയവേ, അത്ഭുതങ്ങൾ ചെയ്യുന്നവേ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവേ, അത്ഭുതങ്ങൾ ചെയ്യുന്നവേ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. പേർ വിളിക്കും നേരം കാണും, പേർ വിളി
വലിയതാണെനിക്ക്
യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ ആരാധന 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 അങ്ങേക്ക് ആരാധന ആരാധന I stand in awe of you, holy God. To you all praise is due. I stand in awe of you. I stand in awe of you, holy God. To you all praise is due, and I stand in awe of you. Holy, holy are you, Lord God Almighty, and holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb, for you are holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb, for you are holy. Hallelujah. Hallelujah. For the Lord God Almighty reigns. Oh, hallelujah. Hallelujah. Holy, holy are you, Lord God Almighty.
wonderful beyond description. Majesty enthroned above. I stand in awe of you, holy God. To you all praise is due, and I stand in awe of you. I stand in awe of you, holy God. To you all praise is due. I stand in awe of you. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ, ഹോസന. ഓ ഹല്ലേലൂയ, ഹോസന. ഹല്ലേലൂയ, ഹോസന. ഓ ഹല്ലേലൂയ, ഹോസന. Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. മരണത്തെ ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹോസന. ഹല്ലേലൂയ, ഹോസന. ഹല്ലേലൂയ, ഹോസന. ഹല്ലേലൂയ, ഹോസന. Jesus, my Father. Welcome, Holy Spirit, and we are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Holy are you, my Father. Where 2 or 3 gathers in my name, I will be there. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ മധ്യമുണ്ട്. ഞാൻ അവരുടെ മധ്യ ഉണ്ടെന്ന് പറഞ്ഞത് ഏതോ കഥയല്ല, ഏതോ ഫിക്ഷൻ അല്ല, ഏതോ ഒരു സാധാ വ്യക്തി പറഞ്ഞതല്ല. He is God, Almighty God, who created the entire universe,
സകലത്തെയും സൃഷ്ടിച്ച സകലത്തിന് മേലും അധികാരമുള്ള രാജാതി രാജനായ കർത്താതി കർത്തനായ ദേവാതി ദേവനായ ആ നാമം കേൾക്കുമ്പോൾ സർവ്വ മുഴങ്കാലും മടങ്ങും. Amen. Amen. ആ സെയിം അത്രയും കാര്യം അത്രയും വേർഡ്സിനാൽ ഡിസ്ക്രൈബ് ആകപ്പെട്ട സെയിം വ്യക്തിയാണ് 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് പറഞ്ഞത്. ഗ്രേറ്റ് പ്രിവിലേജ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. അത് മാത്രമല്ല, ആ സ്നേഹം തന്നെ നമുക്ക് പിടികിട്ടാത്ത സ്നേഹം. നമ്മൾ 2-3 പേരുള്ള സ്ഥലത്ത് എല്ലാ സ്ഥലത്തും വരണമെങ്കിൽ ഹീസ് മേക്കിംഗ് ഹിംസെൽഫ് ദാറ്റ് അവൈലബിൾ. അത്രയും വലിയ ഒരാള്, അതായത് എല്ലാ വർഷവും അവർ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഒരു ഗ്ലിംസിന് വേണ്ടി, അല്ലെങ്കിൽ കർത്താവ് സംസാരിക്കുന്ന ആ ഒരു സെക്കൻഡിന് വേണ്ടി അവർ കൊതിച്ച് നടന്ന അത്രയും വലിയ ദൈവം. ആ ദൈവം പറയുക 2-3 പേര് ഒരു മനസ്സോടെ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ, ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസ്. അതിൻ്റെ അർത്ഥം അത്രയ്ക്കും സ്നേഹമായതുകൊണ്ട്, അത്രയും അവൈലബിൾ. നമുക്കറിയാം VIPs ആയിട്ടുള്ളവര് ഒരു 100 അല്ല, 500 അല്ല, 1000 അല്ല, 5000 ചിലപ്പോൾ ആൾക്കാരുണ്ടെങ്കിലും വരത്തില്ല. ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് സൂട്ട് അവരുടെ ആ സ്റ്റാൻഡേർഡിന്. ബട്ട് ഇഫ് ഗോഡ് ഈസ് മേക്കിംഗ് ഹിംസെൽഫ് സോ മച്ച് അവൈലബിൾ, ദാറ്റ് മീൻസ് ഹി വാണ്ട്സ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് us. ഓരോരുത്തരും അത്രയ്ക്കും വിലപ്പെട്ടതാ കർത്താവിന്. ഓരോരുത്തരായിട്ട് കണ്ട അല്ലേ? പേരൻസിനെ വെച്ചല്ല മക്കളെ കണ്ടത്, അല്ലെ കൂട്ടുകാരെ വെച്ചല്ല അതിനകത്ത് ഒരാളെ കണ്ടത്. ഒരാളെ തിരഞ്ഞെടുത്ത് ആ ഒരാളുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിറച്ച്, ആൻഡ് വാട്ട് വാസ് ലെഫ്റ്റ് ബിഹൈൻഡ്, മാറിയിരുന്നതിനെ മൂലക്കല്ലായി നിർത്തി. ബ്യൂട്ടി ഫ്രം ആഷസ്, ഭംഗിയില്ലാത്തതിൽ നിന്ന് ഭംഗിയെ ഉണ്ടാക്കിയെടുത്ത്. ഞാൻ പറയട്ടെ, ഇന്ന് ആരെങ്കിലും ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്നവര്, ഐ എം നോട്ട് വർത്ത് ഇറ്റ്, ഐ എം നോട്ട് വാല്യുബിൾ, എന്നെ ആർക്കും വേണ്ട, ഞാൻ എന്തിനാ ജനിച്ചേ, ഞാൻ എന്തിനാണ് ഈ കുടുംബത്തിൽ ജനിച്ചത്, അല്ലെ ഞാൻ തന്നെ എന്തിനാ ജനിച്ചേ, ഇങ്ങനെ ഒരാളായിട്ട് ജനിച്ചില്ലായെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു, അതിനകത്തൂടെ ഒന്നും പോകണ്ടായിരുന്നല്ലോ. Your challenges makes you stronger. Your challenges are new opportunities for God to show himself. യേശുവിന് അവനെ തന്നെ കാണിച്ചു തരാൻ, യേശു ഞാൻ മതിയായവനാന്ന് പറയുവാൻ, തെളിയിച്ചു തരാൻ നിങ്ങളുടെ ഓരോ ചെറിയ ചാലഞ്ചസിനെ യേശു ഉപയോഗിക്കും. അതൊന്നുപോലും നിന്റെ ഒരു മുടിയെ പോലും തൊടത്തില്ല, ഒന്നുപോലും നിന്നെ തകർക്കത്തില്ല. എന്ത് രോഗമായിക്കോട്ടെ, എന്ത് വിഷയങ്ങളായിക്കോട്ടെ, ആരേലും ആയിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ദേശങ്ങളായിക്കോട്ടെ, അവന്റെ നാമത്തിന്റെ മുന്നിൽ മടങ്ങാത്ത ഒരു നാമവും ഇല്ല. He is God. He is God. He can do anything, and he is my father, and he loves me way too much. അല്ലേ? എന്നെ ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും ഇട്ടിട്ട് പോകാൻ. എവിടെ ചാലഞ്ച് ഉണ്ടോ അവിടെ ലോർഡ് ഇസ് പ്ലാനിങ് യു ടു ബിക്കം എ കോൺക്കറർ ഇൻ ദാറ്റ് പ്ലേസ്. നമ്മൾ ബൈബിൾ മൊത്തം നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾ ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് പീപ്പിൾ. ഡേവിഡ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ടേക്ക് എനി വൺ ഫ്രം ദ ബൈബിൾ. അവരെവിടെ they were cast away, എവിടെ അവരെ തള്ളിക്കളഞ്ഞു, എവിടെ അവർ അത്രയും വാല്യൂബിൾ അല്ലായിരുന്നു, ലോർഡ് മേഡ് them a conqueror in that same land. So ഇന്ന് നമ്മൾ ചലഞ്ചിങ് ആണ് നോക്കുന്ന കാര്യങ്ങൾ, when we think this is very difficult ഇപ്പം, but through Jesus, through Christ you can overcome that. You are called to be a conqueror over there. പക്ഷെ എങ്ങനെയാണ് ഈ ഓവർകം ചെയ്യുന്നത്? എന്ത് ചെയ്യുമ്പോഴാണ് ഇത് പറ്റുന്നത്? The presence of God makes the difference. അല്ലേ? പ്രസൻസ് ഓഫ് ഗോഡ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം വരും. ഇന്ന് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനിരുന്നാൽ എനിക്ക് ദൈവസാന്നിധ്യം ഇപ്പം നല്ലപോലെ അനുഭവിക്കാം. ഞാൻ വീട്ടിലിരുന്നാൽ എനിക്ക് അന്നേരം അനുഭവിക്കും. പക്ഷെ പലപ്പോഴും പറ്റുന്നത് ആ ഒരു ദിവസം മാത്രമായിപ്പോയി, അല്ലേ? അന്നൊരു ദിവസം പ്രസൻസ് ഓഫ് ഗോഡ് വന്നു, ബാക്കി മൊത്തം നമ്മുടെ പ്രാർത്ഥന കർത്താവിൻ്റെ ഗിഫ്റ്റ് തരണമെന്നാണ്, ഗിഫ്റ്റ്സിനാണ് പ്രാർത്ഥന. ഇപ്പം എനിക്ക് ഒരാളെ ഭയങ്കര സ്നേഹമാണെങ്കിൽ, എൻ്റെ സ്നേഹിതയാണെങ്കിൽ, ഞാൻ ആ വ്യക്തിക്ക് ഗിഫ്റ്റ്സ് കൊടുക്കും, ഇഷ്ടം പോലെ ഗിഫ്റ്റ്സ് കൊടുക്കും, അതിൻ്റെ ഒത്തിരി ലവബിൾ വാക്കുകൾ പറയും. പക്ഷേ ഈ വാക്കുകളും ഈ ഗിഫ്റ്റുകളും എല്ലാം ഞാനെന്ന വ്യക്തിയുടെ ബൈ പ്രോഡക്ട്സ്, അല്ലേ? ചെറിയ ചെറിയ കാര്യം. ഇറ്റ് ഈസ് നോട്ട് ദ എക്സാക്ട് യു. അതാ. സോ ഈ വ്യക്തിയുടെ സ്നേഹം എന്നിലുള്ളിടത്തോളം കാലം ഈ ഗിഫ്റ്റ്സ് എന്താണേലും ഡസൻറ്റ് മാറ്റർ. ചിലപ്പോൾ ഞാനൊരു കാർഡിൽ എഴുതി കൊടുത്തായിരിക്കാം, ചിലപ്പോൾ ഒരു വലിയ വീടായിരിക്കാം, ഡസൻറ്റ് മാറ്റർ, അല്ലേ? അതുപോലെ തന്നെ when we sit in the presence of God, the gifts that we get,
the healings that we get, the joy that we get, എല്ലാം സെക്കൻഡറിയാ. Yes. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ സകലത്തെയും സൃഷ്ടിച്ച, Amen. Jesus. നിങ്ങളെ മുഴുവനായി അറിയാവുന്ന, നിങ്ങൾക്ക് പോലും നിങ്ങളെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന, നിങ്ങൾക്ക് വേറെ ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ പറയാൻ പറ്റുന്ന യുവർ ലവർ, യുവർ ഫാദർ, യുവർ ഗോഡ് നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതിനാ സാന്നിധ്യം എന്ന് പറയുന്നത്. സോ ഇന്ന് വരെ എനിക്ക് ഹീലിംഗ് കിട്ടിയില്ല, സൗഖ്യം കിട്ടിയില്ല, വിഷയങ്ങളാണോ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണോ? ഡു യു സ്റ്റിൽ ഫീൽ ഹിസ് പ്രസൻസ്? ആൻഡ് ആ പ്രസൻസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് ഇറ്റ് എ പാറ്റേൺ, അല്ലേ? ഒരു ദിവസത്തേക്കല്ലാതെ ഇന്നും നാളെയും ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റാൻ Yes. the reason behind it is you acknowledging him. Yes. നമ്മൾ അക്നോളജ് ചെയ്യുന്നു. നമ്മൾ മീറ്റിംഗിന് വരുമ്പം ഇപ്പം ഈ സമയത്ത് we are acknowledging God. അതെ. We are able to experience. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ we are acknowledging him. നമ്മൾ every moment if we start acknowledging him, then you start to know that he is there with you always. ഇന്ന് അതുപോലെ തന്നെ ഇന്ന് കേൾക്കുന്ന എല്ലാവരും, this is your moment. This is our time. This is not even I also receive it. This is our time. ഇത് നമ്മുടെ സമയം. Right now if we acknowledge Jesus, he will manifest. He will reveal himself and he will show himself to those who are loving him. The only thing is acknowledging Jesus. നമ്മൾ പലപ്പോഴും ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുന്നതാണല്ലോ ഏറ്റവും നല്ലത്. നമ്മൾ ചില ദിവസങ്ങളിൽ രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്. സോ പ്രാർത്ഥിച്ചാൽ എല്ലാം ഓക്കെ ആവുമെന്ന് വെച്ചാൽ, പക്ഷേ ആ കർത്താവ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പലപ്പോഴും നോക്കാറില്ല, അല്ലേ? ഈശോ ഇന്നത്തെ കാര്യമെല്ലാം കാത്തോളണം, ഇന്നത്തെ പോകുന്ന വഴികൾ എനിക്ക് അർജന്റായിട്ട് ഇതൊക്കെ നടക്കാറുണ്ട്. സോ അതെല്ലാം ഒന്ന് നോക്കിക്കോണെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുക. കർത്താവ് വന്നോ ഇല്ലയോ? പക്ഷെ ആ ഒരു മിനിറ്റായി ഇരുന്നത്, ഇഫ് യു ആർ സൈലന്റ് ആൻഡ് ഇഫ് യു ആർ ബിലീവിംഗ് ദാറ്റ് ഹീ ഈസ് ഗോഡ് ആൻഡ് ഹീ ഈസ് ഇൻ കൺട്രോൾ, ഞാൻ ആ ഒരു മിനിറ്റ് എൻ്റെ വാക്കുകളാൽ പറഞ്ഞതിനേക്കാൾ ഇൻടു 100 ഉപയോഗം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒന്ന് അടങ്ങിയിരുന്നാൽ മതി. ഞാൻ ആ സാന്നിധ്യം കണ്ടിട്ട് ഇന്ന് വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കണം. ആ പറഞ്ഞതുപോലെ തന്നെ മേക്ക് ഇറ്റ് എ പാറ്റേൺ. ഇന്നൊരു ദിവസത്തേക്കല്ല, നാളത്തേക്ക് മാത്രം കൂടെ അല്ല. എവറി ഡേ, എവറി സെക്കൻഡ്, എവറി മൊമെന്റ്, എവറി പ്ലേസ് യു ഗോ, എവറി വേ യു ഗോ, എവറി ഫ്രണ്ട് യു മീറ്റ്. ഓരോരുത്തരെ കാണുമ്പോഴും, മനുഷ്യരെ കാണുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു ഡിസിഷൻ എടുക്കുമ്പോൾ എങ്ങനെ എനിക്കറിയാം is this what God wants? യേശുവോടൊന്ന് ചോദിച്ചേ, യേശു ഇതാണോ നിനക്ക് പറയുന്നത്? യേശു പറയുന്ന കേൾക്കാൻ മേല, അല്ല എനിക്ക് ഇന്ന കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ മേലെങ്കിൽ, ജെയിംസ് 1:5, if any of you lacks wisdom to guide him through a decision or circumstance, he is to ask our benevolent God who gives to everyone generously and without rebuke or blame, and it will be given to him. അതിനകത്ത് കണ്ടോ, വിത്തൗട്ട് റെബ്യൂക്ക് ഓർ ബ്ലെയിം. അത് എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയോ? ഞാൻ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു, ഞാൻ നാളെ ഇറങ്ങി ഓടി, കർത്താവിനെ ഒന്നും വേണ്ട, എനിക്ക് കർത്താവിലിരുന്നപ്പോൾ എനിക്ക് ഇച്ചിരി പൈസയൊക്കെ ആയി, ഞാൻ എല്ലാം വേണ്ടാന്ന് വെച്ചു, എനിക്ക് കൂട്ടുകാരായി സംഭവമായി, കർത്താവിനെ വേണ്ടെന്ന് വെച്ച് ഞാൻ ദൂരെ മാറി ഓടി. പിന്നെ ഒരു സർക്കംസ്റ്റാൻസ് വന്നു, എനിക്ക് ഡിസിഷൻ എടുക്കാൻ മേല, എനിക്കറിയത്തില്ല ഞാൻ എന്നെ ഇവിടെ പെട്ട് കിടക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും ഇതേ ദൈവത്തോട്, ഹൂ ഗിവ്സ് വിസ്ഡം ജനറസ്ലി, പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ, നീ അന്ന് ഓടിയതല്ലേടാ, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ എന്നൊന്നും ചോദിക്കാതെ, വിത്തൗട്ട് റെബ്യൂക്ക് ഓർ ബ്ലെയിം, ഇറ്റ് വിൽ ബി ഗിവൻ ടു ഹിം. ഒന്നുകൂടെ വായിക്കാം. ഇഫ് എനി വൺ ഓഫ് യു ലാക്സ് വിസ്ഡം to guide him through a decision or circumstance, he is to ask our God who gives to everyone generously without rebuke or blame, and it will be given to him. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒരുവന് ജ്ഞാനം ഇച്ചിരി കുറവുണ്ടോ? ധാരാളമായി തരുന്ന അപ്പനോട് ചോദിക്കാം. ബിസിനസ് ഡെസിഷൻസ് എടുക്കാൻ നിൽക്കുവാണോ? ഇന്ന വ്യക്തിയായിട്ട് ഞാൻ പാർട്ട്ണർ ചെയ്യണോ, അല്ലെ ഇന്ന കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യണോ, ഇന്ന സ്ഥലത്ത് ഞാൻ പോകണോ? Ask him who is going to shower you with his wisdom. Alle, when God's wisdom is opened, no man can stop it. It leads you to peace. Amen. കർത്താവിന്റെ വിസ്ഡത്തിന്റെ പ്രത്യേകത, it leads you to peace. It leads you in the right direction. Amen. അതാ വചനത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്, he leads you beside still waters. Amen.
that when he starts leading you, then your way becomes clear. Amen. ഈ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹോളി സ്പിരിറ്റ് ഇസ് കോൺസ്റ്റന്റ്ലി ടെല്ലിംഗ് ദാറ്റ് ഫിനാൻഷ്യൽ ചാലഞ്ചസ് ആയിട്ടുള്ളത്, പ്രത്യേകിച്ചും ഈ ഡെറ്റിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും, കടത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, ഒരു വേയും കാണുന്നില്ല, ഇപ്പോൾ ഒരു സൊല്യൂഷനും കാണുന്നില്ല. അങ്ങനെയുള്ളവരോട് പ്രത്യേകിച്ച് എടുത്തു പറയാം, ഇന്ന് ടേക്ക് എ പോസ്. ഇന്നൊരു പോസ് ചെയ്ത് ഈ സമയത്ത് കർത്താവിനോടൊന്ന് പറഞ്ഞു, കർത്താവേ ഐ സറണ്ടർ. ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് വഴികൾ കാണുന്നില്ല, ഞാൻ ചിന്തിച്ചിട്ട് പല സൊല്യൂഷൻസ്, പല അഡ്വൈസസ് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ക്ലിയർ ആയിട്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ദിസ് ഈസ് യുവർ ടൈം. ഈ സമയം തന്നെ ആ കണ്ണുകൾ അടച്ചൊന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എന്നെ നീ നടത്തണം, നീ കാണിച്ചു തരണം. വാട്ട് സ്റ്റെപ്പ് ഷുഡ് ഐ ടേക്ക്? ഇന്ന് അതുപോലത്തെ ഫിനാൻഷ്യൽ ബോണ്ടേജിൽ കിടക്കുന്ന, യു ആർ നോട്ട് ഏബിൾ ടു കം ഔട്ട് ഓഫ് ഇറ്റ്, അതുപോലത്തെ ടുഡേ ദാറ്റ് ചെയിൻസ് ആർ ബീങ് ലൂസൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് അങ്ങനത്തെ പുറത്ത് വരാനേ പറ്റുന്നില്ല, ഒരു മൊത്തം പ്രോബ്ലംസ് ആയി കിടക്കുക, wherever you look, but he is going to break that today. Amen. Just look unto him. യേശുലേക്ക് ഒരു പോസ് എടുത്ത് കർത്താവിനെ നോക്കിയാൽ മതി. Amen. And how amazing is the fact that നമ്മൾ ഒത്തിരി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും be still and know that he is God. അവൻ അപ്പനാണ്, അവൻ എൻ്റെ ദൈവമാണ്. എൻ്റെ ഓരോ കാര്യവും അറിയാം, എൻ്റെ ഓരോ ചിന്തയും അറിയാം, എൻ്റെ ഓരോ വിഷമങ്ങൾ അറിയാം, എൻ്റെ ഓരോ സന്തോഷങ്ങൾ അറിയാം. ഞാൻ ചിന്തിക്കുന്നതിന് മുന്നേ ഞാനത് ചിന്തിക്കുമെന്ന് വരെ അറിയാവുന്നവൻ. ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഹി ഈസ് ഫോർ യു. ഡിപ്രഷൻ വിൽ റൺ അവേ. ഞാൻ പറയട്ടെ, നമുക്ക് ഈ നാളുകളിൽ പണ്ടെന്ന് പറഞ്ഞാൽ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇത് നല്ലൊരു കാര്യമാണോ എന്ന് വരെ ഒരു ചോദ്യമുണ്ട്, അല്ലേ? ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉള്ളപ്പം തന്നെ ഈസ് ബൈബിൾ ഗുഡ്, ഈസ് ക്രിസ്ത്യാനിറ്റി ഗുഡ്, അല്ലേ? ലൈക്ക് ഇന്ന കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉള്ള കാലമാണ്. പക്ഷേ ഒരു മിനിറ്റ് എടുത്ത് അപ്പ നീ ശരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് മാറും. ആൻഡ് യു വിൽ ബി ഈവൻ മോർ ഹാപ്പിയർ. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ വേറെ ഒരു കുഴപ്പവും കാണത്തില്ല, എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ ആ സന്തോഷം എന്താണോ, എവിടെയോ ഞാനൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നതും ഫിൽ ചെയ്യാൻ കഴിയുന്ന ഏകനാമം. Amen. Call on him right now and your room is going to be filled with his presence. ഇപ്പോൾ തന്നെ my father, my father, my father, my father. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദേവാ നിൻ മഹിമ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവാ നിൻ മഹിമ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ.
തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യമാം രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു തേനിലും മധുരമാ തേനിലും മധുരമാ ഓ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ യേശുവേ അങ്ങേ കാണുവാൻ എന്നുള്ളം തുടിച്ചിടുന്നേ ഓ എന്റെ പ്രാണനെ എന്നെ തൊടുക നീ എന്നുള്ളം വാഞ്ചിക്കുന്നേ ഓ യേശുവേ അങ്ങേ കാണുവാൻ എന്നുള്ളം തുടിച്ചിടുന്നേ എന്റെ പ്രാണനെ എന്നെ തൊടുക നീ എന്നുള്ളം വാഞ്ചിക്കുന്നേ പകരം ഞാനെന്തു നൽകും പകരം ഞാനെന്തും നൽകും പകരം ഞാനെന്തു നൽകും പകരം ഞാനെന്തും നൽകും എന്റെ യേശുവേ അങ്ങേ കാണുവാൻ എന്നുള്ളം തുടിച്ചിടുന്നേ ഓ എന്റെ പ്രാണനെ
up, it never runs out on me. Your love never fails, it never gives up, it never runs out on me. Your love never fails, it never gives up, it never runs out on me. Your love. Your love never fails, it never gives up, it never runs out on me. Your love never fails, it never gives up, it never runs out on me. Your love never fails, it never gives up, it never runs out on me. Your love, and it's on and on and on and on it goes. It overwhelms and satisfies my soul. On and on and on and on it goes. Oh, it overwhelms and satisfies my soul. One day, remain, and one day, remain. Your love never fails, it never gives up, it never runs out on me. Your love never fails, it never gives up, it never runs out on me. Your love never fails, it never gives up, it never runs out on me. Your love. Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the highest. Hosanna, Hosanna, Hosanna in the ഞാൻ സൗഖ്യമായി നിന്നുയർപ്പിനാൽ ഞാൻ നീതിയായി നിന്നുയർപ്പിനാൽ ഞാൻ സൗഖ്യമായി നിന്നുയർപ്പിനാൽ ഞാൻ നീതിയായി യേശുവേ 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 നീ എൻ നിറവ്
dense right now. Amen. അത് ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും അനുഭവിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. The presence of God is very dense. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുക. And if you are sick in your bodies, let me tell you something. യേശുവിനെ ഞാൻ സ്വീകരിച്ച അന്ന് തന്നെ എൻ്റെ പ്രശ്നങ്ങളുടെ മേൽ വാഴുവാൻ, എൻ്റെ രോഗങ്ങളുടെ മേൽ വാഴുവാൻ, എൻ്റെ സന്ദർഭങ്ങളുടെ മേൽ വാഴുവാൻ, എൻ്റെ വിഷമങ്ങളുടെ മേൽ വാഴുവാൻ, ഈ ലോകം എനിക്കെതിരെ എറിയുന്ന എല്ലാ വിഷയത്തിനെതിരെയും വാഴുവാൻ എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ്. ഓ, എൻ്റെ ഉള്ളിലിരിക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. പിശാച് സിംഹത്തെ പോലെ അലറുമെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. എൻ്റെ കാലിൻ്റെ അടിയിലാണ് പിശാച്. ഓ, നോ മാറ്റർ വാട്ട് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ക്രൂശിൽ അവൻ രക്തം ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, ഐ ആം പെർഫെക്റ്റ് ബൈ ഹിസ് ബ്ലഡ്, ഐ ആം റിഡീംഡ് ബൈ ഹിസ് ബ്ലഡ്. ഞാൻ മുൻപിലോട്ട് തന്നെ പോകും. ഞാൻ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലോട്ട് തന്നെ പോകും. ഞാൻ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലോട്ട് തന്നെ പോകും. കാര്യം ഞാൻ വിശ്വസിക്കുന്നവൻ അവൻ നല്ല പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ അന്ത്യത്തോളം അത് പൂർത്തീകരിക്കാൻ വിശ്വസ്തനാണ്. എന്റെ വിശ്വാസം തീർന്നു പോകുമ്പോഴും, എന്റെ വിശ്വാസം ഊർന്നു പോകുമ്പോഴും അവന്റെ വിശ്വസ്തത എനിക്ക് വേണ്ടി ഇറങ്ങി വരും. Even when I cannot trust in him, even when my mental strength doesn't allow me to trust in Jesus, his faithfulness, his love, his mercy, his grace covers me under his wings. എൻ്റെ വിശ്വാസം നിലയ്ക്കുമ്പോഴും, എൻ്റെ മാനസിക ശക്തി എന്നെ അവനെ കൂടുതൽ യേശുവിൽ എൻ്റെ ഉറപ്പിടാൻ എന്നെ സമ്മതിക്കാത്തപ്പോഴും, എൻ്റെ ചുറ്റുവട്ടം മുഴുവൻ അവനെതിരെ നുണ പറയുമ്പോഴും, എൻ്റെ ചുറ്റുവട്ടം മൊത്തം നീ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നോ, ഇപ്പം നടക്കും വെയിറ്റ് ചെയ്തിരുന്നോളാൻ പറയുമ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്ന ആ സമയത്ത് അവൻ്റെ വിശ്വസ്തത, അവൻ്റെ സ്നേഹം, അവൻ്റെ നിറവ്, അവൻ്റെ കൃപ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. നോ മാറ്റർ ഹൂ ഐ ആം. ഞാൻ ഇന്നലെ എവിടെയായിരുന്നു, ഞാൻ ഇന്നലെ എന്നാ ചെയ്തത്, ഞാൻ ഇന്ന് രാവിലെ എന്നതാ ചിന്തിച്ചത്, ഡസന്റ് മാറ്റർ. ബിക്കോസ് എൻ്റെ അപ്പ, എൻ്റെ ജീവിതത്തിൽ നീ വരണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണേ. ഐ ബിലീവ് യു ആർ മൈ ലോർഡ് ആൻഡ് മൈ സേവിയർ ആൻഡ് ഐ ഗിവ് മൈ ലൈഫ് ടു യു എന്ന് നിങ്ങൾ വീണ്ടും പറഞ്ഞു കഴിയുമ്പോൾ the whole heaven comes down. The Father, the Son, the Holy Spirit and the angels and all of God's creation stands in awe, stands in wonder, seeing this amazing love shown by our Father to us. ഏതാ ഫുൾ റെബല്യസ് ആയിട്ട് നിൽക്കുന്ന, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മേൽ ദൈവം കാണിച്ച സ്നേഹം കണ്ട് ബാക്കി സർവ്വ സൃഷ്ടിയും അമ്പരന്ന് നിൽക്കും. His love is undescribable. His love is indescribable. His love is unending. His love is, ആ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീർന്നു പോകത്തില്ല. Infinite. And you are more than conqueror through him who loved you. Amen. Romans 8 എഴുതി പോകുന്നത് കണ്ട, first it says you have a weakness, Holy Spirit will help you in that weakness, and then it tells you that all things work together for good for those who love God. മാത്യുവില് ശിഷ്യന്മാരോട് പറയുന്ന പോലെ all authority, all power നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുക. And സംഭവിക്കുന്നത്, when you come to Jesus or when you look at Jesus, you are being given righteousness. Amen. It is not you. Amen. നമ്മുടെ പ്രവർത്തികളല്ല, കർത്താവ് നമ്മളെ righteous ആക്കും. Amen. What happens after you become righteous? You reign in life. Amen. Righteous ആയി കഴിയുമ്പം ഈ ജീവനിൽ വാഴുവാനാ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന mentally you might be weak in various things. പല കാര്യങ്ങൾ you are not able to overcome. True, he knows that. And that is why he has put his strength in you. Amen. He has put his DNA, his strength in you. So that you are like him. Amen. In this world. Created us in his own image. Yes. അല്ലേ, അവനെ പോലെ തന്നെ സൃഷ്ടിച്ചു. ടിട്ടോ അവനെ പോലെ തന്നെ നടക്കുവാൻ, അവനെ പോലെ തന്നെ ആ ആറ്റിറ്റ്യൂഡോടെ കാര്യങ്ങൾ ചെയ്യുവാൻ. And അവനുള്ള സർവ അതോറിറ്റിയും സർവ പവറും He gave into our hands. അല്ലേ, ആ നാമം ഉപയോഗിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരാൾ മരിച്ചു കടന്നാൽ in the name of Jesus get up എന്ന് പറഞ്ഞാൽ, It
will be done. It will be done. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ അവിടെ നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. കർത്താവ് ചെയ്യേണ്ടപ്പം ചെയ്തിരിക്കും. And we know the revival that is going to happen this year and the year to come will be so amazing. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്തത് ഈ നാളുകളിൽ നമ്മൾ കണ്ടിരിക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, വീൽ ചെയറുകൾ കാലിയായി തുടങ്ങും. നടക്കാൻ മേലാത്തവർ നടക്കാൻ തുടങ്ങും, കേൾക്കാൻ മേലാത്തവർ കേൾക്കാൻ തുടങ്ങും. Let me tell you the things that is going to happen is going to be amazing. Amen. And not just in prayer meetings, not just in halls. Amen. ഇത് ഞങ്ങൾ പറയുന്ന ഒരു prayer meeting സംഭവിക്കുന്നതോ ഒരു ചർച്ച് ഹാളിൽ സംഭവിക്കുന്നതല്ല. നിങ്ങൾ ചെല്ലുന്ന എല്ലായിടത്തും, നമ്മൾ ചെല്ലുന്ന എല്ലാ സ്ഥലത്തും, നടക്കുന്ന എല്ലാ വഴികളിലും, കാണുന്ന എല്ലാ കടയിലും, കാണുന്ന ഏത് സ്ഥലത്താണേലും, because we are carrying God inside of us. We are carrying God inside of us. ദൈവത്തോട് കൂടിയാണ് നടക്കുന്നത്. ദൈവത്തെ വഹിച്ചോണ്ടാ സഞ്ചരിക്കുന്നത്. അത്രയും വലിയ ശക്തനായിരിക്കുന്ന കർത്താവ്. എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുള്ള കാര്യമാണ് ഈ പഴയ നിയമത്തിൽ ദാവീദ് ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്ന ആർക്ക് ഓഫ് ദ കവനന്റ് അവർ സൈഡിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ദാവീദ് രാജാവാ, വസ്ത്രം എല്ലാം അങ്ങ് വലിച്ചിട്ട് ദാവീദ് ആരാധിക്കാൻ തുടങ്ങും. സംഭവിച്ച എത്രേ ഉള്ളൂ, കർത്താവിന്റെ സാന്നിധ്യം സൈഡിൽ കൂടെ പാസ് ചെയ്തപ്പം ആ ലെവലിൽ ക്രേസി ആയിട്ട് ഡേവിഡ് ആ സമയത്ത്. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം God is in you, God is in me. Amen. How much more should we rejoice? How much more should we know that God is taking care of us? ഏഴ് പൊൻനിലവിളക്കിന്റെ ഇടയിൽ in full glory, in full honor, അല്ലേ? നോക്കാൻ പോലും മേലാത്ത പോലെ in full glory നിങ്ങളുടെ ഉള്ളിലിരിക്കുമ്പോൾ He is God. ഡിപ്രഷൻ എന്തുമായിക്കോട്ടെ, ഇന്ന് നമ്മുടെ പ്രായം എന്ന് പറഞ്ഞാൽ we have informations, അല്ലേ? ഓവർവെൽമിങ് ഇൻഫർമേഷൻ. ഇന്ന് നമ്മുടെ പ്രോബ്ലം ഇൻഫർമേഷൻ ഓവർലോഡാ. പണ്ട് എൻ്റെ ഒക്കെ പ്രോജക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രായം എത്തിയപ്പോഴത്തേക്ക് ആകെ ഉണ്ടായിരുന്ന വിക്കിപീഡിയ മാത്രം. അതിന്റെ മുന്നേ എന്ന് പറഞ്ഞാൽ ഗൈഡ് മേടിക്കണമായിരുന്നു. ഇപ്പം എന്നാ ചെയ്താലും ഇൻഫർമേഷൻസ്, അല്ലേ? പക്ഷേ ഓഫൻ വി റൺ ടു ദ റോങ് ജി, ദാറ്റ് ഇസ് ഗൂഗിൾ, അല്ലേ? നമ്മുടെ എന്ത് വിഷയം വന്നാലും, എന്ത് കുഴപ്പം വന്നാലും ആദ്യം എവിടെയാ സെർച്ച് ചെയ്യുന്നത്? ഇന്ന വിഷയം ഇങ്ങനെയാണോ, ഇന്ന പ്രശ്നം എന്തായി തീരും? അപ്പൊ ആ നല്ല ഡോക്ടർ ഇങ്ങോട്ട് പറയും, ഒന്നും പേടിക്കേണ്ട, ക്യാൻസറാ, അത് കുറഞ്ഞ ഒന്നുമില്ല, ആശ്വസിപ്പിക്കും നമ്മളെ. റോങ് ജിയുടെ ഒരിക്കലോട്ട് ഓടല്ല. ഗോ ടു യുവർ ഗോഡ് ഹു ഈസ് യുവർ ഫാദർ ഹു ഈസ് ലിവിങ് ഇൻസൈഡ് ഓഫ് യു. അവനോട് ചോദിക്ക് ഇതെന്നതാ. അവനോട് ചോദിക്ക് ഞാൻ എന്തിനാ വന്നേ. അവനോട് ചോദിക്ക് എൻ്റെ മേലുള്ള പേർപ്പസ് എന്നാ. And once you know your purpose, നീ എന്തിനാണ് ഈ ലോകത്തിലുള്ളത്, എന്തിനാണ് നീ വിഷയങ്ങളിലൂടെ പോകുന്നത്, when your creator himself tells you that, നിന്നെ സൃഷ്ടിച്ചവൻ തന്നെ നിന്നോട് അത് പറഞ്ഞു തരുമ്പോൾ ഡിപ്രഷൻ ഓടിപ്പോകും, സങ്കടങ്ങൾ മാറിപ്പോകും, വേദനകൾ മാറിപ്പോകും. ഡിപ്രഷൻ ഞാൻ മാറ്റാൻ നോക്കിയാൽ മാറത്തില്ല. കാര്യം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വിഷയങ്ങൾ എന്നും അതുപോലെ തന്നെ നിൽക്കും. ആൾക്കാർ നമ്മളെ ചതിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ ദ മൊമെന്റ് യു റിയലൈസ് വൈ യു ആർ ഹിയർ റൈറ്റ് നൗ, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇപ്പോൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സങ്കടത്തിന് സ്ഥാനമില്ലായിരിക്കും, വിഷയങ്ങൾക്ക് സ്ഥാനമില്ലായിരിക്കും. And Jesus is the only person who can tell you നിന്റെ പേർപ്പസ് എന്നാ, നീ എന്തിനാ വന്നേ, നീ എന്തിനാണ് ചെയ്യാൻ പോകുന്നത്, നിന്നെ ഞാൻ ആരാക്കും, നിന്നിലൂടെ എന്തൊക്കെ സാധ്യമാണ്. ഞാൻ നോക്കുമ്പോൾ എന്നിൽ ഒത്തിരി കുറവുകളാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് വലിയ സൗന്ദര്യം കാണത്തില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുടുംബം ചിലപ്പം പൊട്ടയായിരിക്കും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ കാണത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നവൻ അവൻ സകലത്തെക്കാളും ശക്തിയുള്ളവൻ. അവൻ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തിൻ്റെ അടിത്തറ 12 അതിലധികമോ തരം രത്നങ്ങൾ വെച്ചുണ്ടാക്കുന്നെങ്കിൽ He is God, He is rich in mercy, He is rich in love, He is rich in grace. അവൻ എന്നെ ഇട്ടിട്ട് പോകത്തില്ല, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല. Because my God, He is strong. My God is a God of happiness, of joy, of honor. ഞാൻ തല കുനിക്കേണ്ട വരത്തില്ല, ഞാൻ നാണം കെടേണ്ട വരത്തില്ല. ബിക്കോസ് എനിക്ക് വേണ്ടി എനിക്ക് നിൽക്കാൻ കഴിയാത്തപ്പോൾ എൻ്റെ അകത്ത് എനിക്ക് വേണ്ടി നിൽക്കുന്ന എൻ്റെ അപ്പൻ, എൻ്റെ സങ്കടങ്ങൾ ഓടിപ്പോകും, എൻ്റെ ഭാരങ്ങൾ എന്നെ വിട്ടുമാറും. എപ്പോഴാണ്? when you sit idle, when you sit still in His presence. അപ്പാ ദേ ഞാൻ ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ഇന്ന വിഷയങ്ങൾ എനിക്കുണ്ട്. But I know you can complete me.
എനിക്കറിയാം നീ മതിയായവനാണ്. ഐ നോ യു ആർ ഇനഫ് ആൻഡ് ഏബിൾ. കം ഇൻ ടു മൈ ലൈഫ്. മൈ ഫാദർ, മൈ പാസ്റ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ വാണ്ട് ടു ലുക്ക് ഇൻ ടു. എൻ്റെ പാസ്റ്റ്, എൻ്റെ പഴയകാല ജീവിതം എനിക്ക് പോലും കാണാൻ ഇഷ്ടമില്ലാത്ത അപ്പാ. പക്ഷെ ഇന്ന് ഈ ദിവസം ഒരു പുതിയ ദിവസമാണല്ലോ. എന്നെ പുതുതാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുറിയിൽ അവൻ ഇറങ്ങി വരും. ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരും. നിങ്ങളെ തൊടുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും. And I can see many of you are feeling that right now. Holy are you, my Father. Holy are you, my Father. And holy are you, my Father. Holy are you, my Father. And holy, holy are you, Lord God Almighty. Worthy is the Lamb, and worthy is the Lamb, for you are holy, and holy, Jesus, are you, Lord God Almighty. Blessed be Jesus. Worthy is the Lamb, worthy is the Lamb, you are holy. റൈറ്റ് ലെഗ് അനക്കാൻ പോലും മേലാതെ, വലത്തെ കാല് അനക്കാൻ പോലും മേലാതെ കട്ടിലേൽ കടന്നുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ഒരു സഹോദരൻ. God is touching you right now. God is healing you right now. ഞങ്ങൾ പറയുന്നോണ്ടല്ല സൗഖ്യമാകുന്നത്. ഞങ്ങൾക്ക് ശക്തിയോ വരങ്ങളോ ഇതോ ഒന്നും ഉണ്ടായോണ്ടല്ല സൗഖ്യമാകുന്നത്. But we do believe that Jesus is enough and able. ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നിടത്തോളം കാലം, ഞങ്ങൾ അവൻ്റെ നാമം ഉപയോഗിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നടക്കും. ഞങ്ങൾ തൊടുന്നിടത്ത് സൗഖ്യങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ നടന്നു പോകുന്നിടത്ത് സൗഖ്യങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ ആരുമായതുകൊണ്ടല്ല. Because he is enough and he is able. ഇത് നമ്മുടെ സ്വന്തവുമല്ല, ഞങ്ങളുടെ സ്വന്തവുമല്ല. ഇത് പറയുമ്പം ഇത് ഇവിടുത്തെ കോപ്പിറൈറ്റ് ഒന്നുമല്ല. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കും. ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ഏതാണ് ഉള്ളിൽ വിശ്വസിക്കുന്നത് അത് തന്നെ സംഭവിക്കും. ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പം എൻ്റെ ശരീരത്തിൽ രോഗം ഇരിക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രോഗങ്ങൾ വിട്ടു മാറിയേ പറ്റത്തുള്ളൂ. ബിലീവ് ദാറ്റ്. ഇന്ന് കാണുന്ന എല്ലാവരോടും ഇന്ന് ആ രോഗത്തോട് കോംപ്രമൈസ് ആകാതെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ച് എന്ന് കൽപ്പിച്ച്, യേശുവിന്റെ നാമം നിങ്ങളുടെ ശരീരത്തിൽ ഏത് ഭാഗത്താണോ രോഗത്താൽ ഭാരപ്പെടുന്നത് അതിനെ നോക്കി കൽപ്പിച്ച്, യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഈ ബോൺസ്, കർത്താവേ, ജോയിന്റ്സിനുള്ള പെയിൻ ഇപ്പോൾ തന്നെ സൗഖ്യമാണ് നിങ്ങൾ കൽപ്പിക്കുമ്പോൾ, വിശ്വസിച്ച് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ബിക്കോസ് അതിനകത്ത് വേറെ ആർക്കും ഒരു കോപ്പിറൈറ്റോ വേറെ ആർക്കും അതിനകത്ത് ഒരു അധികാരവും ഇല്ല. കർത്താവ് നൽകിയിരിക്കുന്ന അധികാരം വിശ്വസിക്കുന്ന ആർക്ക് വേണേലും ഉപയോഗിക്കാം. So now is the time. ഇതാണ് സമയം. ആൻഡ് ഇത് പറയുമ്പോൾ വെറും രോഗസൗഖ്യങ്ങൾ മാത്രമല്ല, ഏത് കാര്യത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് ആദ്യം ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ചോദിച്ച പോലെ തന്നെ, ആർ യു വില്ലിംഗ്? ആർ യു വില്ലിംഗ്? നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഇന്ന് കർത്താവ് ഒറ്റ ചോദ്യത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് മനസ്സുണ്ടോ? കൽപ്പിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? ഒരു സ്റ്റെപ്പ് വെക്കാൻ മനസ്സുണ്ടോ? ഇന്ന് അങ്ങനെയുള്ളവർ ഇന്ന് ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ കാണും. ഇന്ന് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണും. ആമേൻ. രോഗങ്ങൾ സൗഖ്യമാകും. ആമേൻ. ഡിപ്രഷനുകൾ മാറും. ഇപ്പം ലൈക്ക് വി ലിവ് ഇൻ വേർ ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഒരു കൂൾ തിങ് പറയാൻ വരുവാണ്. ഒരു ട്രെൻഡ് പോലെയായി. പറയില്ല, വേറൊരാളെ കേൾപ്പിക്കാൻ ഒരു രസത്തിന് പോലും പറയില്ല. ബിക്കോസ് ദ ഡെവിൾ ഇസ് എ ലയർ. അവൻ കള്ളനാണ്. നുണ പറയുമ്പോൾ നമ്മൾ അറിയത്തില്ല നുണയാ പറയുന്നതെന്ന്, അല്ലേ? ജസ്റ്റിനോട് ഇപ്പം ഞാൻ വന്ന് നുണ പറഞ്ഞ ജസ്റ്റിന് അറിയത്തില്ലല്ലോ ഞാൻ നുണയാ പറഞ്ഞെന്ന്. അത് അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ അന്ന് ഞാൻ പറഞ്ഞ നുണയായിരുന്നു. സോ ദ ഡെവിൾ ഇസ് എ ലയർ. അവൻ നുണ പറയും. ഇപ്പം പറയും ചുമ്മാ രസത്തിന് പറഞ്ഞോ കൂട്ടുകാരോട് എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന്, അതേ കൂടെ അവൻ കയറും. ആൻഡ് അത് മാത്രമല്ല, സേറ്റൻ നീഡ്സ് ആക്സസ്. അതാ സേറ്റന്റെ ആക്സസ് നമ്മുടെ വാക്കുകൾ. നമ്മൾ എന്തേലും ഒന്ന് പറയണം. നമ്മൾ പറയണോ എന്നെ കൊണ്ട് നടക്കത്തില്ല, മതി, അത് വേണം. സേറ്റൻ അത് ഉണ്ടെങ്കിൽ എന്തേലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡോണ്ട് ഗിവ് ഇറ്റ് അപ്പ്. പക്ഷേ ദ മൊമെന്റ് യു റിയലൈസ്, എന്റെ വായും കൊണ്ട് ഞാൻ അത് പറഞ്ഞു പോയി, അല്ല ഞാൻ പറഞ്ഞു പോയല്ലോ ഡിപ്രഷൻ ഉണ്ട്, എല്ലാം തീർന്നോന്നല്ല. ദ മൊമെന്റ് യു റിയലൈസ്, അല്ലെ, ആ നിമിഷം അവന്റെ ലാസ്റ്റ്. The moment you realize and you command, you have authority. Amen. When you command, നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്ന പോലെയാ. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും.
സോ ശരിക്കും ഹെവനും സേറ്റനുള്ള ആക്സസ് നമ്മുടെ വാക്കുകളാണ്. ബോത്ത് ആർ വെയിറ്റിംഗ് ഫോർ അവർ വേർഡ്. എന്താ നീ പറയുന്നത്? നീ ഉയർച്ച തന്നെ പ്രാപിക്കുന്നു പറയുന്നുണ്ടെങ്കിൽ ഉയർച്ച തന്നെ പ്രാപിക്കും. സോ ഇന്ന് ഞാൻ എന്ത് പറയുന്നോ അതിനനുസരിച്ച് എന്റെ ജീവിതം. സോ ഇന്ന് നമുക്ക് നല്ലത് പറയാം, ഇന്ന് നമുക്ക് അനുഗ്രഹം പറയാം, ഉയർച്ച പറയാം. നല്ലതേ 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 വരികയുള്ളൂ, എനിക്ക് നല്ലതേ 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 വരികയുള്ളൂ. സോ ഇന്ന് രാവിലെ ഈ പകൽക്കാലം നിങ്ങളായിരിക്കുന്നിടത്ത് സന്തോഷത്തോടെ ഇരുന്ന് പിശാച് ഇത് എന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട. കാലിൻ്റെ അടിയിലാണ്. എൻ്റെ അകത്തിരിക്കുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ഈ ലോകത്തിനേക്കാൾ വലിയവനാണ്. സോ വി ആർ ഗോയിങ് ടു പ്രേ റൈറ്റ് നൗ. എന്തുമായിക്കോട്ടെ, എന്ത് രോഗമായിക്കോട്ടെ, എന്ത് ബന്ധനമായിക്കോട്ടെ, ആരെന്ത് പറഞ്ഞതായിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഇല്ലാത്ത ഡിപ്രഷനുകൾ വിളിച്ചു വരുത്തരുത്, ഇല്ലാത്ത രോഗങ്ങളെ വിളിച്ചു വരുത്തരുത്. ഗൂഗിൾ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് ക്യാൻസറിന് കാത്തിരിക്കരുത്. ഗൂഗിൾ വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന് കാത്തിരിക്കരുത്. നിങ്ങളുടെ അപ്പനോട് ചോദിക്കുക. റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു പ്രാർത്ഥിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. when we will should pray together, chronic diseases ആയി ഭാരപ്പെടുന്നവർ, അതായത് ഇനിയും ഇറ്റ് ഈസ് ടുവേർഡ്സ് ഡെത്ത് എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു സിക്നെസ് ആയി പലരും ഇന്ന് കേൾക്കുന്നുണ്ട്. അതായത് they have people who are in hospitals. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. Today Holy Spirit is going to heal. Lord is going to heal wherever they are. And right now itself. Thank you, Jesus. Oh, hallelujah, Hosanna. Oh, hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. ജയിച്ചവനെ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവന്റെ ആധാരമേ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. Jesus, we pray. My Father, by your power and by your authority, in the name of Jesus, we command every sickness, every bondage, ഇപ്പോൾ തന്നെ വിട്ടുമാറാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. എന്ത് രോഗമായിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, എയ്ഡ്സ് ആയിക്കോട്ടെ, പനി ആയിക്കോട്ടെ, കാലുവേദന ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, let it be anything, let it be financial, let it be anything. In the name of Jesus, I command healing right now. And you are healed. Yes, from the roots. From the roots it is uprooted. In just not at the top. ഇന്ന് പുറത്ത് കാണുമ്പോൾ എന്തോ ചെറിയൊരു മാറ്റമല്ല. Completely from the roots. In the name of Jesus, as it has been commanded, ഇന്ന് പൂർണ്ണമായി അതിനെ വേരോടെ എൻ്റെ കർത്താവ് എടുത്ത് മാറ്റുകയാണ്. And not only that, you are being strengthened, you are being given health. Healing മാത്രമല്ല, ഹെൽത്തിനാൽ നിറച്ച് നിന്നെ അനേകർക്ക് അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുകയാണ്. എന്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഞാൻ ഒരു അനുഗ്രഹം. ഞാൻ തകരത്തില്ല, ഞാൻ തളരത്തില്ല. ഞാൻ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലോട്ട് പോകും, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലോട്ട് പോകും. ഗിഫ്റ്റുകളുടെ മേൽ ഗിഫ്റ്റുകൾ എനിക്ക് എന്റെ അപ്പൻ തരും. വഴികൾ തുറന്നു വരുന്നത് നീ കാണും. നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും നീ എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ചും മുമ്പോട്ട് ഫ്യൂച്ചറിൽ എന്താ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ, നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നീ വഴികളെ കാണും. നീ ചെയ്യുന്ന ഒറ്റ കാര്യം, വഴിയായിരിക്കുന്നവനെ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുമ്പോൾ വഴികൾ തുറന്നു വരും. കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിലൂടെ എനിക്ക് വേണ്ടി വഴികൾ തുറക്കും. ബാക്കിയെല്ലാം എനിക്ക് വേണ്ടി അടയുമ്പോൾ, വഴികളെല്ലാം എനിക്ക് വേണ്ടി അടയുമ്പോൾ, വലുതും വിശാലവുമായ ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നിരിക്കും. കാര്യം ഞാൻ വിശ്വസിക്കുന്നവൻ, അവൻ വിശ്വസ്തനാണ്, അവൻ നുണ പറയത്തില്ല, അവൻ അവന്റെ വാക്കുകളെ മാറത്തില്ല. And he is God and he is for me.
ഇത് വിശ്വസിച്ചോണ്ട് ഏറ്റെടുത്തോണ്ട് കണ്ടോണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ വലിയ വിശാലത ഇന്ന് മനസ്സിൽ, ഹൃദയങ്ങളിൽ, ജീവിതത്തിൽ കർത്താവ് ഈ സമയം തന്നെ പരിശുദ്ധാത്മാവ് വരുത്തുകയാണ്. അത് മാത്രമല്ല, ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാനുള്ള വഴികൾ എന്റെ കർത്താവ് തുറന്നു തരികയാ. അതിനുള്ള ഒറ്റൊരു കാരണം, ഹൃദയം വിശാലമാക്കുക. യേശുവിന് ഹൃദയം വിശാലമാക്കുമ്പോൾ ഈ ചിന്തിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും നിനക്ക് വേണ്ടിയുള്ള വഴികൾ കർത്താവ് തുറക്കുകയാണ്. Oh, and He is God, and He is God, and He is the only Father who can cover you with blessings, who can cover you with love, who can cover you with mercy. അവൻ രാജാധിരാജൻ, അവൻ കർത്താധികർത്തനാണ്. ഞാൻ വീണു പോകത്തില്ല, എന്റെ മുട്ടുമടങ്ങി പോകത്തില്ല. ഞാൻ വാലല്ല, ഞാൻ തലയാകും. ഞാൻ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും. എന്റെ ഉള്ളിലിരിക്കുന്നവൻ അവൻ ശക്തിയുള്ളവനാണ്. അവന്റെ വാക്കുകളെ മാറുന്നവനല്ല. എന്നോട് പറയല്ല എന്റെ ദൈവത്തിന് എന്ത് പറ്റത്തില്ലെന്ന്. Because I know everything is possible by His power. I know everything is possible by His authority, and He is in me. നിങ്ങൾ എവിടെ പരാജയപ്പെട്ട് നിങ്ങൾ എഴുതി തള്ളി, അവിടെ തന്നെ യേശു ഇറങ്ങി നിന്ന് നിങ്ങളുടെ മുമ്പിൽ കർത്താവിനെ കണ്ട് നിങ്ങളെ നാണിച്ച് മുഖം മറിച്ച് പോകേണ്ടി വന്ന ആ സ്കൂളിൽ, ആ കോളേജിൽ, ആ ജോലി ചെയ്യുന്നിടത്ത് തന്നെ യേശു നിങ്ങളെ കൊണ്ട് ചില അത്ഭുതങ്ങൾ ചെയ്യിക്കാൻ പോവാ. കർത്താവിനൊന്നും അസാധ്യമല്ല. അതെന്തെന്ന് ഇത്രയും നാളും ബ്രദർ പറഞ്ഞു, ജെസ്സി ബ്രദർ പറഞ്ഞു, ഞാൻ കേട്ടു. പക്ഷെ എന്റെ ലൈഫിൽ ഒന്നും നടന്നില്ലെന്നായിരിക്കും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി അവിടെ വലിയൊരു അത്ഭുതത്തെ ചെയ്യാൻ പോകും. നിങ്ങൾ എത്ര വലിയ ഡിപ്രഷൻ നേരിടുവാണെങ്കിൽ ആ അവസ്ഥകൾ നിമിഷ നേരം കൊണ്ട്, കണ്ണിമിക്കുന്ന നേരം കൊണ്ട് യേശു അതിനെ മാറ്റാൻ പോവാ. ആ ഹൃദയം നൽകിയിരിക്കുന്ന ആ ഭാരത്തിൽ ഒന്നും അറിയത്തില്ല, വീട്ടുകാരോട്, പേരൻസിനോട്, ബ്രദേഴ്സിനോട് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആ വ്യക്തിയോട് ഞാൻ പറയട്ടെ, യേശു ഇന്ന് നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു സ്നേഹം കൊണ്ട് പൊതിയുക. ആ രോഗഭാരത്തെ ഓർത്ത്, അത് കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെടുന്ന പോലെ ഏതോ ഒരു രോഗത്തെ ഓർത്ത് ഭാരപ്പെട്ടിരുന്ന വ്യക്തിയെ നിന്റെ ടീച്ചേഴ്സിന്റെ മുമ്പിൽ തന്നെ കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോവാ. Father
നമ്മൾ ഈ ആരാധിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കേൾക്കുന്ന കാര്യമാണ്. ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഫേവർ, ഒരു റിവൈവൽ, അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു അനോയിന്റിങ് എല്ലാ ഏജ് ഗ്രൂപ്പ്സിലും കർത്താവ് ചെയ്യുക. എല്ലാ ഏജ് ഗ്രൂപ്പ്സിലും നമ്മൾ ഇന്ന് ടീനേജേഴ്സ് ആയിക്കോട്ടെ, യങ് അഡൽട്ട്സിലായിക്കോട്ടെ, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരിലും ഇന്ന് കർത്താവ് വലിയൊരു അഭിഷേകം. ഇന്ന് പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനോട് ഒരു കാര്യം പറയാം. ഇന്ന് ചിലപ്പം പിള്ളേർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഇരുന്ന് കേൾക്കുന്നില്ലായിരിക്കും. ബട്ട് ഹോൾഡ് ഓൺ, ലോർഡ് ഈസ് അറ്റ് വർക്ക് ഇൻ ദം. ഇന്ന് ജീസസ് സ്കൂളിലാണേലും നമ്മൾ ജീസസ് സ്കൂളിലെ പല സ്ഥലത്തു നിന്നും ഓരോ ടെസ്റ്റ് മണീസ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിൽ അവരുടെ എക്സ്പീരിയൻസസ് കേൾക്കുമ്പം അതിനകത്തെല്ലാം നമുക്ക് കാണാം 10 years, 12 years, 9 years ആയിട്ടുള്ളവർ അവർ ചിലപ്പം ചേർച്ച് മീറ്റിംഗ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ വന്നിരുന്ന് കൈയടിച്ചെല്ലാം കേൾക്കുന്നില്ലായിരിക്കും. ബട്ട് ദേ ആർ ഒബ്സർവിങ് എവറി വേർഡ് വിച്ച് ഇസ് പ്രീച്ച്ഡ്. അവർ കേൾക്കുന്ന ക്ലാസ് ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ മെസ്സേജ് പറയുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും ചിലപ്പോൾ പിള്ളേരെടുത്ത് പറയാറുണ്ട്. അന്ന് ആ ഫാസ്റ്റർ ഇങ്ങനെ പറഞ്ഞില്ലേ, അന്ന് ഇവരിങ്ങനെ പറഞ്ഞില്ലേ, ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് അബ്സോർബ്ഡ്. പല കാര്യങ്ങളും നമ്മളായാലും ഓർത്തിരിക്കുന്നതും എല്ലാം ആ കൊച്ചിലെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ സമയത്ത് അകത്ത് വന്നിരിക്കുന്നു. സോ ഇന്ന് ജീസസ് സ്കൂളിൽ നമ്മളൊരു ക്ലാസ്സിലേക്ക് കടക്കും. ജീസസ് സ്കൂളിലെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇന്ന് എല്ലാ പേരൻസും അതുപോലെ തന്നെ കാണുന്ന ജീസസ് സ്കൂളിലെ കൂട്ടുകാരെല്ലാവരും നിങ്ങളൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് കണ്ണുകൾ അടച്ച്. ജസ്റ്റിൻ, ഒത്തിരി വലിയൊരു വയലാണ് കിടക്കുന്നത്. അതെ. And the harvesters are very few. Yes. A new generation of soldiers. Amen. A new generation of harvesters. Amen. A new generation of fire. Amen. A new generation Amen. of evangelists. Receive. A new generation Amen. of mighty, powerful, authoritative Amen. pastors, Amen. evangelists. ഞാൻ പറയട്ടെ, ഇതെല്ലാം ഈ നാളുകളിൽ ഉയരും. Amen. Jesus. A new army should rise up. നമ്മളെ കർത്താവ് ഒരുമിച്ച് നിർത്തും. Amen. Yes. Shoulder to shoulder. And I know in my spirit and even in prayer ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതാ. Amen. Not in 20s or teens. Amen. ഇപ്പോൾ സംഭവിക്കുന്നത് even below 10 years old. Amen. 9 yearsലും 8 yearsലും children are filled with passion. Amen. Because when I hear ഒരു 9-year-old student പറയുക എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും യേശുവിനെ അറിയണമെന്ന് പറയുമ്പോൾ അത് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ആ പാഷൻ അത് ഹോളി സ്പിരിറ്റിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. And the Holy Spirit is telling me right now. Amen. വളരെ ശക്തമായി Amen. പറയുന്നു. A new generation Amen. of evangelists, pastors, firebrands, എല്ലാവരും right now, shoulder to shoulder, we will stand for this mighty harvest, and 8 billion souls will be very less. അല്ലേ? ഒരുമിച്ച് നിന്ന് കഴിയുമ്പോൾ 8 billion souls എന്ന് പറയുന്ന ഒരു ചാലഞ്ച് ആയിരിക്കത്തില്ല. നേഷൻസ് വിൽ നോട്ട് ബി എ ചാലഞ്ച്. നിന്റെ മുന്നിൽ ഒരാൾക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കർത്താവ് വാതിൽ തുറന്നാൽ ഒരു മനുഷ്യനും അത് അടയ്ക്കത്തില്ല. നീ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നിനക്കെതിരായി വരത്തില്ല. വിഷയങ്ങളും ആൾക്കാരും വ്യക്തികളും വാർത്താനങ്ങളും വരും. പക്ഷെ അതിൻ്റെ നടുവിലൂടെ നിനക്ക് വേണ്ടി അഗ്നിസ്തംഭമായി, നിനക്ക് വേണ്ടി അഗ്നിയുടെ തൂണുകൾ, നിനക്ക് വേണ്ടി അഗ്നിയുടെ നാവുകൾ, നിനക്ക് വേണ്ടി അഗ്നിയുടെ വോളുകൾ will be raised and you will go forward and forward. Ben പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ സമയത്ത് എല്ലാവരും ഒന്ന് കരം കോർത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളെല്ലാവരും പേരൻസും പിള്ളേരും എല്ലാവരും ഒന്ന് കരം കോർത്ത്. And as you pray, കർത്താവിന് വലിയൊരു infilling is happening right now സമയത്ത്. And I know there is something great which is being poured upon everyone. എൻ്റെ 15 വയസ്സിൽ എനിക്ക് 10 വയസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. 15 ആയപ്പോൾ വേറെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. 15 ആയപ്പം 10 ആഗ്രഹങ്ങൾ വെറും പൊട്ടത്തരായിരുന്നു തോന്നി. 20 ആയപ്പം 15 വെറും പൊട്ടത്തരാൻ തോന്നി. 25 ആയപ്പോൾ 20 വെറും പൊട്ടത്തരങ്ങളാന്ന് തോന്നി. ഇന്ന് എനിക്ക് 2 വർഷം മുമ്പ് ചിന്തിച്ച കാര്യങ്ങൾ പൊട്ടത്തരമായിട്ട് തോന്നുന്നു. സോ യുവർ പ്രയോറിറ്റീസ് ചേഞ്ച്. നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പല കാര്യങ്ങൾ നമ്മൾ ഡിസയർ ചെയ്യിപ്പിക്കും. ഇതാണ് എനിക്ക് എൻ്റെ ജീവിതം, ഇതായിരിക്കും. പക്ഷേ മുമ്പിലോട്ട് പോകുമ്പോൾ പല നമ്മുടെ ഡിസയേഴ്സും നമ്മുടെ സമയം വേസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഒരിക്കലും അഴുക്കല്ല. എവറിത്തിങ് ഈസ് എ ചാപ്റ്റർ. പക്ഷേ nothing I desire, nothing I desire, and nothing I desire compares to you. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവനൊന്ന് അയക്കേ, യേശുവിനെ അയക്കേ. ആഗ്രഹം ഞാൻ പറയട്ടെ,
the doors which he opens for you, നിനക്ക് വേണ്ടി തുറന്നു തരുന്ന വാതിലുകൾ ഒരു മനുഷ്യനും അടയ്ക്കത്തില്ല. ഞാൻ പറയുന്ന ശുശ്രൂഷയിൽ എഴുന്നേൽക്കണം, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ളിടത്തോളം പോയി ഒന്ന് പറഞ്ഞേ, യേശുവിനെ പറ്റി ഒന്ന് പറഞ്ഞേ. Billions are still wandering around, അല്ലേ? Billions നമ്മുടെ ചുറ്റും. ആൻഡ് കർത്താവിന് വളരെ ആഗ്രഹമാണ് ഒരാളെ കൂടെ രക്ഷിക്കാം. നമ്മൾ ബില്യൻസ് പറയുമ്പോൾ തന്നെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് one person. എന്റെ തൊട്ടടുത്ത് ഞാൻ എല്ലാ ദിവസവും കാണുന്ന എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറയുന്നില്ല, എന്നും രാവിലെ പാല് മേടിക്കാൻ പോകും, അതാ അവരോട് ഞാൻ കാണുന്നവരോട് പറയുന്നില്ലെങ്കിൽ forget billions. And Jesus is interested in one person. Because കർത്താവിന് അവരെ നേടാൻ ആഗ്രഹമുണ്ട്. And ഇന്ന് കാണുന്ന എല്ലാവരും, today when we speak about 8 billion, when we speak about everything, Lord desires that one soul whom I meet, that one soul with whom I interact. Are you ready to just be as a mouthpiece for God? This കർത്താവിന്റെ കാര്യം പറഞ്ഞാൽ മതി, he will take care of the rest. എന്ത് പറയണം എന്നെല്ലാം എപ്പോഴും വരുന്ന ഒരു ചലഞ്ചാണ്. എന്ത് പറയണം, എങ്ങനെ പറയണം. ഓഫ് കോഴ്സ് പല മീറ്റിംഗ്സും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് എന്താ പറയേണ്ടത്? ഒന്ന് വാ തുറന്നാ മതി, ആഗ്രഹിച്ചത് കർത്താവ് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. ഇത് ഞാൻ പറയുമ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാ പറയുന്നത്. ഞാൻ പലപ്പോഴും പല സ്ഥലത്ത് പറയുമ്പോൾ എപ്പോഴും ഓർത്തിട്ടുണ്ട്, എന്താ ഇവിടെ പറയുന്നത്, ഐ എം നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇവിടെ. പക്ഷെ നോ, when you open your mouth, it is Jesus who speaks. Jesus will take care. Amen. ഈ സമയത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തങ്കുവേർ പറഞ്ഞ ഒരു സ്പെഷ്യൽ മെസ്സേജ്, അത് എങ്ങനെ നമ്മൾ ഡ്രീം അച്ചീവ് ചെയ്യണം, കർത്താവ് എന്ത് നമ്മളാക്കിയത്. ഇറ്റ് വാസ് എസ്പെഷ്യലി ഇംഗ്ലീഷിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്, പല നേഷൻസിലുള്ളവരായിരുന്നു. വി വിൽ വാച്ച് ദാറ്റ് മെസ്സേജ്. അത് കാണുമ്പോഴും ടുഡേ ഗെറ്റ് റെഡി, ഇന്ന് റൈറ്റ് ഇറ്റ് ഡൗൺ വാട്ട് എവർ യു ആർ ഹിയറിംഗ്. ഇന്ന് ഹോളി സ്പിരിറ്റ് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റ് വിൽ ബി ഫുൾഫിൽഡ്. In the name of Jesus we pray. പരിശുദ്ധാത്മാവേ, നീയാണല്ലോ പറഞ്ഞത് a new army. യേശുവേ, നീ ഒരുക്കുന്നതിനെ നന്ദി. എനിക്കും യേശുവിന് വേണ്ടി നിൽക്കണം എന്ന ആഗ്രഹമുള്ള ഞങ്ങളെ കേൾക്കുന്ന ഓരോ പിള്ളേരും, നിങ്ങളുടെ പ്രായം doesn't matter. In the name of Jesus, my Father, it is you who fills us. It is your authority, it is your power, it is your spirit, it is your great and it is your gifts, my Father. അവനിലേക്കൊന്ന് നോക്കിയേ. അപ്പാ, എനിക്കും ആഗ്രഹമുണ്ട്, എന്നെയും നിർത്തണം, എന്നെയും നിറയ്ക്കണം. In the name of Jesus, everyone who is praying right now, my Father, fill their hearts, fill their soul, fill their bodies right now, my Father. ഒരു പുതിയ അഭിഷേകം, പുതിയൊരു അഗ്നിയുടെ അഭിഷേകം ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും മേൽ യേശുവേ വരട്ടെ അപ്പാ. In the name of Jesus, my Father, we are going to see that 8 billion souls. Yes. And yet we are going to start with that one. Amen. Yes. In the name of Jesus I pray. Amen. 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 God bless you. So ഇന്ന് when we are going to hear that message, ഇന്നൊരു ബുക്ക് എടുത്തോളൂ, എഴുതാൻ തുടങ്ങിക്കോളൂ. കാരണം ഇന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും ഇറ്റ് ഇസ് പ്രഷ്യസ്. ഇറ്റ് ഇസ് കർത്താവ് നമ്മളോട് ഡയറക്റ്റ്ലി സംസാരിക്കുന്ന കാര്യങ്ങൾ റിഗാർഡിംഗ് ടു ആർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ. സോ ജിഎസ് സ്കൂളും TNTs എല്ലാവരും കാണുന്ന എല്ലാ ടോർച്ച് ബെയറേഴ്സ് എല്ലാവരും ഗെറ്റ് റെഡി, ബിക്കോസ് വി ആർ ഓൺ എ മിഷൻ to save 8 billion souls. Over to the message. And the verse was from 7, John chapter 16 and verse 7. Nevertheless, I tell you the truth, it is to your advantage. Can you say advantage? Advantage. What is advantage? When others cannot do it, you have an edge over them. When others are complacent and they don't want to do something extra, they say, oh, let us be there. But here was one word, advantage. Can you say advantage? I have an advantage. You have an advantage, more advantage than your classmates. More advantage than your relatives, more advantage than anyone. Why? Jesus said, it is to your advantage that I am going. Because when I go, there is someone, he is God himself, he is the Holy Spirit, he will come and make his home inside of you. The biggest advantage today I have is that God is living for me, living in me. So these words were resonating in their ears. Advantage. They started to fly.
They failed many times. They fell down. They broke their hand. Many things went through them. But finally, they flew. Today, if anyone tells you, I'm going to India, so tomorrow early I have to start walking, you will laugh. Because today's reality is you fly. The then reality which they faced was men walk, birds fly. But this one word transformed their life. They dared to dream that we are going to fly. And today, that reality was broken. And today, it is now the opposite. I am talking to a generation. I'm talking to apostles. I'm talking to evangelists. I'm talking to prophets. I'm talking to the future leaders of nations. Let not the present reality limit you to think small. Let not the present circumstance around you limit you to think small about yourself. Small, this is what exactly will happen. Or I will finish off over here. No, which no one has done in my lifetime, I am going to do. Why? Because I have an advantage. Can you say advantage? So it is to know that you have a higher level or a higher level of calling just because you are chosen. Can you say, I am chosen and I have an advantage? Now, life is very boring without a dream. That is why in Proverbs 29:18, the Bible says, people perish without a vision. Number one, you should have a vision, a clear goal in your life. Because without a vision, you will be just like an ordinary, your classmate, going to school day by day and coming back. But if you have a goal, if you have a vision, when I was small, when I was studying in the school, I read a poetry. And the poetry was like this. Lives of great men were reached and kept, not by a sudden flight. It did not happen overnight. While their enemies slept, they were toiling upward in the night. This was one of the things which made me wake up in the morning, go for jogging, and I was one in all the athletics, the school champion for all the 3 years. Because when I used to wake up, I used to say, people are lazy. They don't have a dream. They don't have an ambition. They don't want to do anything. But here, this one word hit me, and even today it hits me. It encourages me. So number one is to have a dream. And the dream should always be according to the God that you serve. I always put in like this: have a vision where God can fit in. You cannot go to God and ask him to put on your shirt. He's too big. You cannot go and tell God, I want a little toy. He's a big God. He is interested in your minutest desires, but he wants to hear from his children a vision where he can be a partner with, where he can really show out his glory, show out who he is through you. Do you know that God cannot do anything on this earth without you and me? Cannot. God cannot do anything without you and me. Everything that he can do is only through you and through me. And he wants to show out his glory. Whether you are aspiring for a medical doctor or an engineer, or if you are aspiring to become whichever area you are, have in your mind one thing:
that you are going to be one among the best, someone separated. Because the blessing of God upon you says that your name will be established. Your name, generations will have to know. So when you move, you have a dream. Number one, write down that dream. Write it down. You know, when I was paralyzed in a road accident, and a person who has lost everything, he cannot have a dream. His dream or his imaginations will be, deathbed. It's all over. But when I started reading the Bible, the Bible is not a religious book. It's not a book meant for Christians, religious Christians. This Bible is meant for champions. This Bible is meant for more than conquerors. This Bible is meant for men and women who will want to be triumphant in life in whatever they do. And let me tell you, it is not going to be by might, not by your might, not by the power, but it is going to be by the Holy Spirit inside of you. Tonight, if you are thirsty, tonight, if you say, I want to make a change in my lifetime, I am going to walk with the Holy Spirit. It is a commitment. It is a sacrifice. Now, when I started reading the Bible, one wonderful word that Jesus spoke is all things are possible with those who believe. Can you say all things are possible? And say your name also. All things are possible with me who believes in Jesus Christ. All things are possible. Nothing is impossible. Nothing is impossible. Again, I'll tell you, you and me are in a generation that will challenge the realities. For a natural man, what we speak might be foolishness. But for you and me, we will make it into a reality and show it to the world what a man and a woman, a boy, a child in Christ can do. Because we are living in a supernatural kingdom. Supernatural kingdom. Yeah? Can you ever imagine that if a head of an axe, which is solid iron, can go into a river, it will drown. It will go to the beds, the deepest bed. And a man called Elisha comes and takes a small wood, throws it on the river, and the axe head defies the law of gravity and comes up. Can it happen again? Through whom shall it happen? It will happen through me and through you. Can you say through me? All things are possible for me who believes in Jesus. Can you shout and say it to yourself? All things are possible for me who believes in Jesus. Now, when I came to faith, little children who are here, when you watch the cartoons, Superman and Batman, and after that they start acting like, they act like. They'll have a shawl around their shoulder and jump from the bed and say they are Superman. Now, the Holy Spirit wants us to act like the apostles, act like those who were there, and it is going to be the same. At one time, there was a real big drought, and a woman came and said, there's no water in the well. And suddenly I thought, if Elisha could throw a little wood and the axe head could defy the law of gravity and come up, I will give her some point of contact. So I prayed for a little water and said, go and put it into that empty well. And I believe all the water surrounding in the deepest
will be pulled into your well. That was my belief. That was my faith. She went and she poured the water in the well by faith. And what happened? From next day, it was so full of water that all the neighborhood had to come and take water from here. Your faith and my faith in Christ Jesus can change everything. Because again, it is an advantage position with the Holy Spirit. So there are things which you have to realize. Number one is to realize the purpose why we are here. The purpose, the realization of the purpose. Every one of you who are watching me all across are not an accident on this planet. There is a purpose why you have been sent. Some might have been sent. Some of you might have been born somewhere else. But it was all the plan of God. Everywhere you are in different parts of the nations, it is God's purpose. Can you say it? I am under the purpose of God. I'm not here to waste my time. I'm not here to, look here and there and a man or a woman or a girl and a boy without a vision. I have a purpose to achieve on this earth. I am sent on an assignment by God. Can you say, I am sent by an assignment from God? God has assigned me. And then starts the realization. The Bible says, He gives you the dream and makes you achieve it also. Now, I had a dream. And what is a dream? Again, I'll tell you, have a dream, have a vision where God can fit in. Where God can fit in. A dream which will be unimaginable. Now, I have found out in my own personal life that if someone says, this is very difficult to achieve, and I heard it, I know it is very easy to achieve. Because for him it might be difficult, but I have an advantage. God living inside of me. So even today when you are watching me, might be certain things are difficult for you. You might be saying, how can this? Even your classmates might come and say, impossible. The champions are girls and boys, men and women who will never take no for an answer. A champion will be focused in life. They will be accomplishers. They will never ever look here and there. They will never leave it in between. You might have tried, you might have failed, but failure is not failure. It is another way of doing the same thing. Again, I'll tell you, you might fail and fail and fail, but finally you will make it. It was not a failure. ഇന്ന് കേട്ടതുപോലെ തന്നെ whatever dream is in front of me, എൻ്റെ മുമ്പിൽ ഏത് പർപ്പസ് ആണോ ഉള്ളത്, I will make it, I will achieve it. സോ ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് കേട്ട കാര്യങ്ങൾ യു ഹാവ് മെയ്ഡ് നോട്ട്സ് ഓഫ് ഇറ്റ്. എഴുതിയിടണം. മേക്ക് എ ബിഗ് പ്ലാൻ ഓഫ് വാട്ട് ഗോഡ് ഹസ് ഗിവൻ യു ആൻഡ് ഹൗ ആം ഐ ഗോയിങ് ടു അച്ചീവ് ഇറ്റ്. അതിനുവേണ്ടി ഇന്ന് ഞാൻ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്തുവാ, ഞാൻ നാളെ എടുക്കേണ്ട സ്റ്റെപ്സ് എന്തുവാ. ഓരോ ദിവസവും കർത്താവിനോട് കൂടെ നമ്മൾ ചെയ്യുമ്പം believe that God is going to strengthen each and every one of us and we will achieve the dream. Meeting പേര് പോലെ തന്നെ dream chasers. We will achieve all dreams through Christ who is strengthening us always. Amen. And ഈ praise Saturday മാത്രമല്ല, whatever we are hearing from this meeting, after this meeting, ഓരോ ദിവസവും each and every day we are going to achieve great things. We are going to see Jesus working in each and every one of our lives. Amen. Thank you, Jesus. എല്ലാ നിറവിനാൽ എന്നെ നിറച്ചു നീ, നിൻ നിറവിനാൽ ഞാൻ പൂർണ്ണനായി. എല്ലാ നിറവിനാൽ എന്നെ നിറച്ചു നീ, നിൻ നിറവിനാൽ ഞാൻ പൂർണ്ണനായി. യേശുവേ യേശുവേ നീ എൻ നിറവ്.
പോൽ മറ്റാരുമില്ലേ എൻ നാഥനേ എൻ സ്വന്തമേ അങ്ങേ പോൽ മറ്റാരുമില്ലേ യേശുവേ നീയോഗ്യൻ എൻ നാഥനേ ആരാധ്യനേ യേശുവേ നീയോഗ്യൻ എൻ നാഥനേ ആരാധ്യനേ യേശുവേ എൻ നാഥനേ ഓ യേശുവേ എൻ നാഥനേ higher than the mountains, deeper than the sea, wider than the ocean is your love. Oh, higher than the mountains, deeper than the seas, wider than the ocean is your love. It is your love, Jesus. It is your love, Jesus. So I kneel before you, Father. Fill me with your love, that I know the height and depth of your love. So I kneel before you, Father. Fill me with your love, that I know the height and depth of your love, Jesus, and of your love, Jesus. At the day and time of rapture, your love will pull me upward, and I'll be with you forever and ever. At the day and time of rapture, your love will pull me upward, and I'll be with you forever and ever. Forever, Jesus. Forever, Jesus. പേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും പേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും ആത്മാക്കൾ താരേണമേ എനിക്കിയാ താരേണമേ പേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും പേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും ആത്മാക്കൾ താരേണമേ ഓ ഇന്ത്യ താരേണമേ 100 കോടി ജനങ്ങളുള്ള 100 കോടി ജനങ്ങളുള്ള ഈ ദേശം യേശുവേ കാണട്ടെ ഈ ദേശം യേശുവേ കാണട്ടെ ഓ പേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും ഓ പേരില്ലെങ്കിലും പെരുമയില്ലെങ്കിലും ആത്മാക്കൾ താരേണമേ ഓ ഇന്ത്യ താരേണമേ ഓ രാജാധിരാജൻ കർത്താധികർത്തൻ ദേവാദിദേവനുമേ ഓ രാജാധിരാജൻ കർത്താധികർത്തൻ ദേവാദിദേവനുമേ യേശുവേ യേശുവേ
സന്തോഷം തന്നോനെ ആനന്ദം തന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ യേശുവേ 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 Mighty presence of God Amen. from the beginning till the end. Amen. തുടക്കം മുതൽ അന്ത്യം വരെ കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നതിന് Amen. ഞാൻ പറയട്ടെ, ഇന്ന് ഈ മീറ്റിംഗ് തീരുമ്പോൾ, മീറ്റിംഗ് തീരുന്നു, നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നു. മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് സന്തോഷിക്കാൻ എളുപ്പ, പ്രവചനങ്ങൾ കേൾക്കും, സാന്നിധ്യം അനുഭവിക്കും, യേശു വലിയവനാന്ന് കേൾക്കുന്നു, തളരത്തില്ല, തകരത്തില്ല, ഉയർച്ച ഉയർച്ച ഉയർച്ച, ഡിസിഷൻസ് വേണം. ഇതെല്ലാം കേട്ട് നമ്മളിങ്ങനെ പംഡായിട്ട് ടി വി ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നോക്കുമ്പോഴാണ് ആ പഴയ ടി വി തന്നെ, ആ പഴയ കട്ടില് പിന്നെയും ഓട് പൊട്ടിയിരിക്കുന്നു, ഒന്നിനൊരു മാറ്റമില്ല. പേഷ്യൻസ്, കർത്താവ് പ്രവർത്തിക്കും. അവിടെയാണ് ഇത്രയും നേരം കേട്ടതിനെ പ്രാക്ടിക്കലാക്കിക്കേ, ഒന്ന് ഒറ്റയ്ക്കിരുന്നേ, കർത്താവെ നിന്റെ സാന്നിധ്യം നിറക്കണേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ പഴയ കട്ടില് മാറും, ആ പഴയ വീട് മാറും, ആ പഴയ ഓട് മാറും. ഓ മലമേൽ ശോഭിക്കുന്ന ഭവനം എന്നാണ്. നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ, ചുറ്റുവട്ടത്തിൻ്റെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് മാനിക്കും. ഇന്ന് എൻ്റെ സ്വന്തം മകനെ ഞാൻ എങ്ങനെ വിട്ട് പഠിപ്പിക്കുമെന്ന് ഓർത്ത് പേടിച്ചായിരിക്കുന്നെങ്കിൽ നാളെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ പിള്ളേരെ കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കും. ഹോളി ആർ യു മൈ ഫാദർ, worthy is your name my father, worthy is your name my father, and worthy is your name Jesus, you deserve the praise. Worthy is your name, worthy is your name Jesus, you deserve the praise. Worthy is your name. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു യേശുവേ, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു യേശുവേ, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു. വിദ്യാഭ്യാസം എനിക്കേകിയ അതിശ്രേഷ്ഠമെന്ന് ഞാൻ കരുതിയ, വിദ്യാഭ്യാസം എനിക്കേകിയ അതിശ്രേഷ്ഠമെന്ന് ഞാൻ കരുതിയ, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു യേശുവേ, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു യേശുവേ, കിരീടം നിന്റെ കാൽക്കൽ വയ്ക്കുന്നു. ജാതി കുലങ്ങൾ എനിക്കേകിയ അതിശ്രേഷ്ഠമെന്ന് ഞാൻ കരുതിയ. സോ ഇന്ന് പകൽക്കാലം നമുക്കുണ്ടെന്ന് നമ്മൾ അഹങ്കരിച്ച്, നമ്മളുണ്ടെന്ന് ഹോപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവന്റെ കാൽക്കൽ വെച്ച്, ലെറ്റ് ജീസസ് ബി ദ സെന്റർ ഓഫ് ഇറ്റ് ഓൾ. ലെറ്റ് ജീസസ് ബി മൈ ഹോപ്പ്, മൈ സ്ട്രെങ്ത്, മൈ ഗ്യാരണ്ടി, മൈ ഫ്യൂച്ചർ. അവൻ സകലത്തെയും നല്ലതായിട്ട് നിങ്ങളെ മുമ്പിലോട്ട് കൊണ്ടുപോയിരിക്കും. ഹി ഈസ് ഏബിൾ ആൻഡ് എനഫ്. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മൾ ഈ പറയുന്ന 800 കോടി ആത്മാക്കളെ നേടാൻ,
അനേകർക്ക് അനുഗ്രഹമാകാൻ കർത്താവ് വെച്ചിരിക്കുന്ന ഈ ഓരോ മീറ്റിംഗ്സിനും എല്ലാവരും കരയുയർത്തി അനുഗ്രഹിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ചേർന്ന് നടക്കുന്ന എല്ലാ മീറ്റിംഗ്സിനായി കർത്താവ് ഫിയർ നോട്ട് അറൈസ് ആൻഡ് ഷൈൻ ആയി കർത്താവ് നടക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും ഞങ്ങൾ കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും വചനവും കർത്താവ് ശുശ്രൂഷിക്കുന്ന എല്ലാവരും കർത്താവ് കാണുന്ന അനേക കുടുംബങ്ങൾ അതുപോലെ തന്നെ കർത്താവ് അണ്ടർ ദ വിങ്സ് ഓഫ് ദ ലോർഡ് കർത്താവ് തോമസിനങ്ങൾ എടുക്കുന്ന മനോഹരമായ സെഷൻസിൽ കർത്താവ് പല കാര്യങ്ങളും അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങളെ കറക്റ്റ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നത് കർത്താവ് ഇന്നർ ചേംബറിലൂടെ കർത്താവ് തങ്കുവറിലൂടെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും നടത്തുകയും കർത്താവ് ഏറ്റവും ബെസ്റ്റായി അങ്ങയുടെ സ്റ്റാൻഡേർഡിൽ ഞങ്ങളെ വളർത്തിയെടുക്കാൻ നന്ദി പറയുന്നു കർത്താവ് ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്ന ബൈബിൾ സ്കൂളിനായി നന്ദി പറയുന്നു കർത്താവ് നാളത്തെ സഭായോഗത്തിൽ കർത്താവ് പല സ്ഥലത്തും മീറ്റിംഗ്സ് ആരംഭിക്കുമ്പോൾ അത് ഓപ്പണായി വരുമ്പോൾ കർത്താവ് അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അതിന് വേണ്ടുന്ന കർത്താവ് എല്ലാ കാര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ഒരുങ്ങട്ടെ വി കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ലെറ്റ് എവറി ഓബ്സ്റ്റക്കിൾ ബി റിമൂവ്ഡ് ഓ ലോർഡ് ഫാദർ ലോർഡ് താങ്ക് യു ഫോർ ടേക്കിംഗ് കംപ്ലീറ്റ് കൺട്രോൾ യു ആർ ദ ലോർഡ് ഓഫ് ഹെവൻലി ഫീസ്റ്റ് യു ആർ ദ ലോർഡ് ഓഫ് അവർ ലൈഫ്സ് യു ആർ ദ ലോർഡ് ഓഫ് ദിസ് മീറ്റിംഗ് ലോർഡ് യു ആർ ദ ലോർഡ് ഓഫ് എവറിഥിങ് വി ഡു വി സറണ്ടർ ourselves to you Jesus we bless in the name of Jesus we pray amen amen യേശുവേ രാജാവേ 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 അങ്ങേ സ്തുതിച്ചു ഞാൻ ആർത്തുപാടും ഹല്ലേലൂയ 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 Welcome to Overflowing Blessings 2023. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കല്ലറയെ പൊട്ടിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന അതേ യേശു വീണ് പോകത്തില്ല, തകർന്നു പോകത്തില്ല. ജീസസ് ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്നവൻ. 2000 വർഷം മുമ്പ് ഉയർത്തിയ അതേ യേശു 2023 is Psalms 23. Whatever was destroying, whatever was tormenting, he will lead you to cleanness. എന്തെല്ലാം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരുന്നോ അവിടെ നിന്ന് വഴി നടക്കും He is going to lead you. അവൻ നിന്നെ നടത്തും Welcome Jesus to lead me. Welcome to Overflowing Blessings 2023.